മലയാള സിനിമാ സംഘടന അമ്മയിലേക്ക് വരാം. അമ്മയുടെ തുടക്കം കണ്ട ആളാണ്. അതെ അതെ അതെ. ഞാൻ എന്താ അറിയാം, ഒന്നും തോന്നരുത്, ഞാൻ ഈ എന്താ പറയുക, ഞാൻ പറയാം, ഈ റിട്ടയർ ചെയ്ത എഞ്ചിനീയർമാർ അന്ന് പ്രഗത്ഭന്മാരെ എഞ്ചിനീയർമാർ അവർ പണിത ഒരുപാട് പാലങ്ങളുണ്ട്. ഈ പാലത്തിൽ കൂടെ ട്രെയിനൊക്കെ പോകുമ്പം ഇയാൾ വയസ്സായിരിക്കും, ഈ പാലമൊക്കെ ഞാൻ പണിഞ്ഞതാ എന്ന് പറയുന്ന ഒരു ശൈലി മലയാളിക്കുണ്ട്. ഈ പാലമൊക്കെ ഞാൻ പണിഞ്ഞതല്ലേ, അല്ലെങ്കിൽ കോൺട്രാക്റ്റായി ഇവിടുത്തെ FCയുടെ ഗൗരവം ഞാൻ പണിഞ്ഞതാ, അർത്ഥമില്ല. അമ്മയുടെ തുടക്കക്കാരൻ എന്ന് പറഞ്ഞാൽ തുടക്കക്കാരൻ ഞാൻ തന്നെയാണ്, എന്നുവെച്ചാൽ കൂട്ടത്തിലുണ്ട്. എൻ്റെ മുറിയിൽ വെച്ച് 501 റൂമിൽ വെച്ചാണ് അമ്മയെന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഒരു ബീജാപാപം നടക്കുന്നത്. അന്ന് ഞാനല്ല തുടങ്ങിയത്, എൻ്റെ സുഹൃത്തായിരുന്ന വേണുനാഗുള്ളിയാണ് മുരളിയെ വിളിച്ചുകൊണ്ട് എൻ്റെ മുറി വരുന്നത്. ഓക്കെ, അങ്ങനെ തുടങ്ങിയതൊക്കെയാണ്. അതിലൊന്നും എനിക്ക് പ്രത്യേകം അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മുമ്പോട്ട് പോയി. ഈ ഒരുപാട് മുമ്പോട്ട് പോകാന്ന് വെച്ചാൽ കുറേ കാശുണ്ടാക്കുക എന്നുള്ളതല്ല മുമ്പോട്ട് പോകാന്ന് വെച്ചാൽ, അതിലുള്ള ഓരോ മെമ്പറുമായിട്ടും ഹാർദവമായൊരു ബന്ധം ഉണ്ടാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അത് പലപ്പോഴും സാധിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ അത് വളരെ വിപുലമായൊരു സംഘടനയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാനിലെ കാര്യങ്ങളൊന്നും ഞാൻ ഒരു തവണ സെക്രട്ടറി ആയിരുന്നു, 6 മാസം എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സമാന്തരം എടുക്കാൻ പോയി സിനിമ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അന്നാണ് ശിവാജി ഗണേശന്, അദ്ദേഹം അന്ന് ഇവിടെ മസ്കറ്റ് താമസിച്ചത്, ഫൽക്കെ അവാർഡ് കിട്ടിയിട്ട് ആദ്യം സ്വീകരണം കൊടുത്തത് നമ്മളാണ്, തമിഴ്നാട്ടിലല്ല, അമ്മയാണ്. അന്ന് വേദിയിൽ നിന്നുകൊണ്ട് ഐ ആം താങ്ക്ഫുൾ ടു യു മേനൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ണ് നിറഞ്ഞ് സംസാരിച്ചെനിക്കിന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ അംഗസംഖ്യ വർദ്ധിക്കുമ്പം ഇതിൽ രാഷ്ട്രീയം വരും, ഇത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് റോസസ് ദ ഫാമിലി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഒരു കുടുംബ സംഘടനയാണ്, തിരുവനന്തപുരത്ത് തുടങ്ങി 27 വർഷം മുമ്പ്. നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ അറിഞ്ഞു കാണത്തില്ല, കാരണം പബ്ലിസിറ്റി ഞാൻ കൊടുക്കാറില്ല, എനിക്ക് പബ്ലിസിറ്റി വേണ്ട. മലയാള സിനിമയിൽ കുടുംബ സിനിമയിലാണ് എടുത്തതെങ്കിൽ ജീവിതത്തിൽ വന്നപ്പം ഞാനൊരു കുടുംബ ക്ലബ്ബാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. അവിടെ ഞങ്ങൾ 50 ഫാമിലിക്കപ്പുറം കൊടുക്കുകയില്ല. അല്ല, ഓരോരുത്തർക്ക് 25 ഫാമിലി, 20 ഫാമിലി, 30 ഫാമിലി, എന്താ വെച്ചാൽ കൊടുക്കാൻ. അതിന് എൻട്രൻസ് ഫീ ഒന്നുമില്ല. ഒരു മാസത്തിൽ ഒരു ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു കൂട്ടായ്മയുടെ സന്തോഷം ആസ്വദിക്കും, ഇത്രേ ഉള്ളൂ. അതിലെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇതിന് നമ്മൾ കമേഴ്സ്യലൈസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയാൽ എൻ്റെ കൈ നിൽക്കില്ലത്, ആരും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ചുരുക്കിയത്. അതുപോലെ അമ്മയ്ക്ക് ചുരുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ വളരെ വലുതായി, അമ്മ ഹാസ് ഗ്രോൺ സോ ബിഗ്. അപ്പോൾ അമ്മയുടെയും കഥകളുണ്ട് യഥാർത്ഥത്തിൽ. അതും ഈ പോകുന്ന വഴിക്ക് ഞാൻ ഈ ഫിലിമി ഫ്രൈഡേസ് വരുമ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് ഇത് വർദ്ധിച്ചു വരുന്നത്, അന്ന് ഇതിനെ എതിർത്തിരുന്ന ആൾക്കാർ, ഇതെല്ലാം ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, എന്നാലും അതിലിപ്പോൾ ഇടയ്ക്ക് തന്നെ ഒരു പരാമർശം നടത്തി, അതായത് എനിക്ക് തോന്നുന്നു 2017 തോന്നുന്നു സാർ പറഞ്ഞത്. ഇപ്പോൾ അത് നമ്മുടെ നടിയുടെ ഇഷ്യൂ വരുന്ന സമയത്ത് ചെണ്ടയായി മാറിയിരിക്കുന്നു അമ്മ. ആർക്കും തട്ടാം. ഇപ്പോൾ ഇവരൊക്കെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ അമ്മ എന്ന് ഞാൻ അദ്ദേഹത്തിന് അമ്മ എന്നുള്ള പേര് വരാനുള്ള ഒരു മൂല കാരണം എന്ന് പറഞ്ഞാൽ ഞാനാന്നുള്ള കാര്യം എഞ്ചിനീയറുടെ സ്വഭാവമല്ല, ഞാൻ പണിഞ്ഞ പാലാമെന്ന് പറയുകയല്ല, ആണ് അല്ലേ, എതിർക്കട്ടെ, തെറിക്കട്ടെ. പിന്നെ എനിക്കിതിൻ്റെ പേരിൽ അതിന് വേറൊരു കാര്യം ഞാൻ പറയും. മലയാള സിനിമയിൽ അമ്മയേക്കാൾ മുമ്പ് ജനിച്ചത് ഞാനാണ്. മലയാള സിനിമയിൽ അമ്മയേക്കാൾ മുമ്പ് വന്നത് ബാലേന്ദ്രമേനോൻ വന്നിട്ട് അമ്മയുണ്ടായത്. അപ്പോൾ അതിനേക്കാൾ ബാലേന്ദ്രമേനോനേക്കാൾ വലിയ അമ്മ എന്ന് പറഞ്ഞ സാധനം എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് എവിടെയും ഞാൻ പറയാറുള്ള കാര്യമാണ്, എനിക്ക് പറയാൻ യാതൊരു ഭയമില്ല. അതുകൊണ്ട് അത് അമ്മ നല്ല കാര്യമുണ്ടോ, ഞാൻ ഒരിക്കലും അമ്മയ്ക്കെതിരൊന്നുമല്ല. എനിക്കതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ പിന്നെ പറ്റിയിട്ടില്ല. പിന്നെ വന്ന ആൾക്കാരത് കാര്യമായിട്ട് എഴുതിയിട്ടുമുണ്ട്, അവർക്ക് അവരുടെ കോൺസെപ്റ്റുകൾ മാറി, അവരുടെ ഈ ദുബായ് ഷോ അതിനൊക്കെ പോകാൻ പലപ്പോഴും എനിക്ക് പറ്റാറില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അത്തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ കുറയുമ്പം നമുക്ക് പറയാനുള്ള അവകാശവും കുറയും. അതുകൊണ്ട് പിന്നെ നമുക്ക് അന്യായമായിട്ട് കാണുന്ന കാര്യം പറയാൻ ഏത് പോലും സ്വാതന്ത്ര്യമുണ്ട്. തുടക്കക്കാരൻ അല്ലെങ്കിൽ ആ ഒരു പ്രാരംഭഘട്ടം കണ്ടയാളെന്നുള്ള രീതിയിൽ ഇപ്പം പല ചർച്ചകളും വന്നു, അമ്മ പുലർത്തണം, അമ്മയല്ല അത്, അമ്മ എന്ന് വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ. അതെന്താ നമ്മുടെ സമൂഹത്തിൻ്റെ സ്വഭാവമല്ലേ. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ ഞാനിപ്പോൾ എഴുതുന്ന ഒരു കഥയിലെ ഒരു സന്ദർഭത്തെ ഞാൻ എഴുതുമ്പോൾ എന്താണ് ഉദ്ദേശം, അതല്ലല്ലോ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ കാണുന്നത്, ഓരോരുത്തർ കാണും. അല്ല, അതുകൊണ്ട് അതിപ്പോൾ അമ്മയെന്ന് പറയുന്ന ഒരു സംഘടന മലയാള സിനിമയിലുള്ളതുകൊണ്ട് നല്ലതേ ഉള്ളൂ. ഞാൻ സെക്രട്ടറി ആയിരുന്ന ഒരു വർഷമായിരുന്നു ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത്. എത്ര മരണത്തിന് ഞാൻ പോയി എന്ന് എനിക്കറിയാം, സത്യം പറഞ്ഞാൽ. ആ സമയത്ത് രാജൻ പി ദേവ്, മീനാമ്മ, അവരൊക്കെ മരിച്ച ആ സമയത്താണ്. ഉത്തരവാദിത്തമുള്ള സംഗതിയാണ്. പിന്നെ എത്രയോ പേർക്ക് അവർ ഈ പറഞ്ഞവർക്ക് പ്രതിമാസ കൈനീട്ടം ഞാൻ വാങ്ങിക്കാറില്ല, വാങ്ങിച്ചിട്ടില്ല, പക്ഷേ അവർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ. അപ്പോൾ അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതൊരു തെറ്റൊന്നും. ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ബിൽഡിംഗ് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷനുണ്ട്, എല്ലാ കാര്യം ഞാൻ അറിയും, ഞാൻ തിരിച്ചും അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അമ്മയെ തകർക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ അതൊന്നും ശരിയല്ല, സമീപനമേ ശരിയല്ല. പിന്നെ ഒരു താരം കാണിക്കുന്ന അഹന്തയ്ക്കോ അറിവില്ലായ്മയ്ക്കോ അമ്മയെ കുറ്റപ്പെടുത്തരുത്.
അതിൽപ്പെട്ട ഒരു താരം പുറത്തിറങ്ങിയിട്ട് ഒരാളെ തെറി വിളിച്ചുകൊണ്ട് അമ്മ മോശമെന്ന് പറയുന്നത് എങ്ങനെ? അമ്മയിൽ യോഗ്യന്മാരായ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വനിതാ കൂട്ടായ്മയുടെ ആവശ്യമുണ്ടോ? അല്ല, അതൊക്കെ ഇത് ഈ പറഞ്ഞ ഓരോ കാര്യത്തിൽ എന്താ പറയുന്നത്, നമ്മൾ ഇതിൻ്റെ മൂല കാരണമെന്ന് പറയുന്നത് ആർക്കും അറിഞ്ഞുകൂടുക, എന്തിനിതുണ്ടായി. അത് പറഞ്ഞാൽ വലിയ വിഷയമാണ്.